നമസ്കാരം പ്രിയമുള്ളവരെ. ഈ അവസരത്തിൽ പുറത്തു വരുന്ന ഏറ്റവും രസകരമായ വാർത്ത എന്ന് പറയുന്നത് ഹൂതികൾ ഇസ്രായേലിനെതിരെ വ്യോമ ഉപരോധം പ്രഖ്യാപിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ്. കേൾക്കുമ്പോൾ വളരെ രസകരമാണ് ഈ വാർത്ത. കാരണം ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുള്ള അയൺ ഡോമുകളും താട് പ്രതിരോധ സംവിധാനങ്ങളും ആരോ ഒന്നും ആരോ ടൂവും ഒക്കെയുള്ള ഇസ്രായേലിനെതിരെ ഒരു രാജ്യം പോലുമല്ലാത്ത കേവലം ഒരു പ്രതിരോധ സംഘടനയായ യമനിലെ ഒരു പോരാളി ഗ്രൂപ്പായ ഹൂതികൾ വ്യോമ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. ഇത് വെറുമൊരു ഉപരോധമല്ല, അതിനെ തുടർന്ന് വലിയ പ്രത്യാഘാതങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാകുന്നു, ഇസ്രായേലിൻ്റെ ടൂറിസം മേഖലയും വ്യവസായ മേഖലയും ഒക്കെ ബാധിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ്. 100-ൽ പരം വിമാന കമ്പനികളാണ് ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള യാത്രാ വിമാനങ്ങൾ നിർത്തലാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വിസ്, ഓസ്ട്രിയൻ, ബ്രസൽസ് എന്നിവ ഉൾപ്പെടുന്ന ലുഫ്താൻസ എയർവേസ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളിലൊന്നായ ലുഫ്താൻസ മെയ് 6 വരെ ഇസ്രായേലിലോട്ടുള്ള എല്ലാ വിമാനങ്ങളും റദ്ദാക്കി എന്ന വാർത്ത വരികയാണ്. ഒപ്പം ഫ്രാങ്ക്ഫർട്ട്, വിയന്ന, മ്യൂണിച്ച്, സൂറിച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും ഇസ്രായേലിലേക്കുള്ളത് റദ്ദാക്കി എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എയർ ഇന്ത്യയുടെ എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് എയർവേസ് മെയ് 7 വരെ ബെൻഗുറിയനിലേക്കുള്ള എല്ലാ വിമാനങ്ങളും നിർത്തിവെച്ചതായി റിപ്പോർട്ട് വരികയാണ്. യുണൈറ്റഡ് എയർവേസും ഇസ്രായേലിലോട്ടുള്ള എല്ലാ വിമാനങ്ങളും മെയ് 8 വരെ നിർത്തിവെച്ചതായി പ്രഖ്യാപിക്കുകയാണ്. അതായത് ലോകത്തെ പ്രമുഖ വിമാന കമ്പനികളൊക്കെ ഇസ്രായേലിലോട്ടുള്ള വിമാനങ്ങൾ നിർത്തിവെച്ചതായി റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് വെറും ഒരു ഗറില്ല ഗ്രൂപ്പായ ഹിസ്ബുള്ളയിൽ നിന്നുണ്ടാകുന്നത് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം. പ്രത്യേകിച്ചും ഒരു ബാലിസ്റ്റിക് മിസൈൽ ബെൻഗുറിയൻ എയർപോർട്ടിന് സമീപം വീണപ്പോൾ ഏകദേശം 30 ലക്ഷം ജൂത കുടിയേറ്റക്കാരെയാണ് ഇസ്രായേലിന് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. എന്തായാലും ഇതിപ്പോൾ ഇറാനിലേക്കാണ് ചെല്ലുന്നത്. ഇറാനാണ് ഇപ്പോൾ മിസൈൽ നൽകി ഹൂതികളെ കൊണ്ട് ആക്രമിച്ചത് എന്ന രീതിയിൽ വാർത്തകൾ പടരുകയാണ്. എന്തായാലും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുന്നു എന്ന രീതിയിലുള്ള അവലോകനങ്ങളും ഇതോടനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും യഹിയ സാരി, ഹൂതികളുടെ നേതാവിൻ്റെ ഒരു പ്രസ്താവന അനുസരിച്ച് ലബനൻ, സിറിയ, ഒപ്പം ഗസ എന്നീ അറബ് രാജ്യങ്ങൾക്കു നേരെ നിരന്തരമായി ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റങ്ങൾക്കും വ്യോമാക്രമണങ്ങൾക്കുമെതിരെയുള്ള പ്രതികരണമായിട്ടാണ് തങ്ങൾ ഈ ആക്രമണം നടത്തുകയെന്നാണ് യഹിയ സാരിയുടെ പ്രസ്താവനയിൽ പറയുന്നത്. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കും അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്കുമൊക്കെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ ബെൻഗുറിയൻ തുടങ്ങിയ എല്ലാ വിമാനത്താവളങ്ങളും നിരന്തരം ആക്രമിച്ചുകൊണ്ട് ഔദ്യോഗികമായി തന്നെ ഉപരോധം പ്രഖ്യാപിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര സുരക്ഷിതമല്ല, യാത്രക്കാരുടെ സുരക്ഷിതത്തെ ബാധിക്കുന്നത് കൊണ്ട് യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഹൂതികൾ അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കൊക്കെ നിർദ്ദേശം നൽകുന്നു എന്ന വാർത്തയും ഈ അവസരത്തിൽ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി സംരക്ഷണം ചെയ്യുന്നുണ്ട്. അതായത് ഹൂതികൾ പൂർണ്ണമായും ഒരു വ്യോമ ഉപരോധം ഇസ്രായേലിന് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും ലോകത്തുള്ള എല്ലാ വിമാന കമ്പനികളെയും അവർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചു കഴിഞ്ഞു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഔദ്യോഗികമായ ഉപരോധം നിലവിൽ വരികയാണ് എന്ന് ഹൂതികൾ പ്രഖ്യാപിക്കുകയാണ്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട രസകരമായ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഹൂതികൾ കഴിഞ്ഞ ദിവസം അമേരിക്കക്കെതിരെയും എണ്ണ ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു. അതായത് ചെങ്കടൽ വഴി അമേരിക്കയിലേക്ക് പോകുന്ന ക്രൂഡ് ഓയിൽ ഉൾപ്പെടുന്ന എല്ലാ എണ്ണ ഉത്പന്നങ്ങളും തടയും എന്ന രീതിയിൽ ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു. അതായത് അമേരിക്ക നിരന്തരം തങ്ങളുടെ താവളങ്ങൾ ആക്രമിച്ച് സാധാരണക്കാരായ യമനികളെ കൊല്ലുന്നതിന് പ്രതികാരമായിട്ട് പ്രത്യേകിച്ചും അമേരിക്കയിലേക്ക് പോകുന്ന എല്ലാ എണ്ണക്കപ്പലുകളും ഉപരോധിക്കുമെന്നും അഥവാ ചെങ്കടൽ വഴി അമേരിക്കയുടെ എണ്ണക്കപ്പൽ കടന്നു പോകുവാൻ അനുവദിക്കില്ല എന്നും ഹൂതികൾ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അമേരിക്കക്കെതിരെയും ഹൂതികൾ എണ്ണ ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു സംഭവ വികാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും ആഫ്രിക്ക വഴിയാണ് ഇനി അമേരിക്കയിൽ എണ്ണ എത്തേണ്ടത്. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ താളം തെറ്റിക്കും, വില കൂടും സാധനങ്ങളുടെ എന്ന രീതിയിലൊക്കെയുള്ള വിശകലനങ്ങൾ വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊരു വാർത്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം ഗസയിലെ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റും എന്ന ഒരു വാർത്ത കത്തോലിക്ക സഭ പുറത്തുവിടുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഗസയിലെ അവസാന ഹോസ്പിറ്റൽ വരെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർത്തിരുന്നു. ആ അവസരത്തിൽ ഗസക്കാർക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമായിരിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഔദ്യോഗിക വാഹനം സഞ്ചരിക്കുന്ന ക്ലിനിക്കായിട്ട് ഗസയിലെത്തുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്.
അതൊരു ക്ലിനിക്കായി തന്നെ പ്രവർത്തിക്കും ഗസയിൽ എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പരിഭാവനത കാത്തുസൂക്ഷിക്കുന്ന ഒരു ഉദ്യമമായിരിക്കും എന്ന രീതിയിൽ സംശയമില്ല. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ഗസയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഈ അവസാന കാലത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഈസ്റ്റർ പ്രഭാഷണത്തിൽ പോലും ഗസയുടെ രക്തസാക്ഷ്യത്തെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. ലോകം വലിയ താല്പര്യപൂർവ്വം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. മറ്റൊന്ന്, അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുന്ന വലിയൊരു വിവാദം എന്ന് പറയുന്നത് ദ ട്രൂത്ത് പ്ലാറ്റ്ഫോമിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാർപ്പാപ്പയുടെ വേഷം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടതാണ്. പ്രത്യേകിച്ചും കത്തോലിക്ക സമൂഹം വളരെ പ്രാധാന്യത്തോടുകൂടി കണക്കാക്കുന്ന മാർപ്പാപ്പ പദവിക്ക് ആ പദവി അവഹേളിക്കുന്ന തരത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ പെരുമാറ്റം എന്ന രീതിയിലൊക്കെ വലിയ വിമർശനം പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും ഈ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് വളരെ പരിഭാവനമായി ക്രൈസ്തവ ലോകം പ്രത്യേകിച്ച് കത്തോലിക്ക ലോകം കാണുന്ന ഒരു നടപടിയാണ്. അതിനെ അവഹേളിച്ചു ഡൊണാൾഡ് ട്രംപ് എന്ന രീതിയിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് പത്രലേഖകർ അദ്ദേഹത്തെ സന്ദർശിച്ച അവസരത്തിൽ അദ്ദേഹം വളരെ തമാശയായി തന്നെ പറഞ്ഞിരുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ശേഷം തനിക്ക് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലേക്ക് എത്തുവാൻ ആഗ്രഹമുണ്ട്, തനിക്ക് മാർപ്പാപ്പ ആകണമെന്നൊക്കെ. അതൊക്കെ വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്നതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഹൂതികളും ഒപ്പം ഇറാനും ഇസ്രായേലും അമേരിക്കയും ഒക്കെ പരസ്പരം പോർവിളികൾ വിളിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എങ്കിലും ചർച്ചകളുടെ വഴികളും ഏകദേശം അടഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഇറാൻ ഏകപക്ഷീയമായി തന്നെ 4ാം ഘട്ട ചർച്ചയിൽ നിന്ന് പിന്മാറി എന്ന വാർത്ത വരികയാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതിന് വിശദീകരണമൊന്നും വരുന്നില്ല എങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ നടപടികളുമായി യോജിച്ചു പോകുവാൻ പറ്റാത്തതുകൊണ്ടാണ്, അമേരിക്കയുടെ ഏകാധിപത്യ നടപടികളുമായി യോജിച്ചു പോകുവാൻ പറ്റാത്തതുകൊണ്ടാണ് ഇറാൻ ഈ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നതെന്നാണ്. അതേ തുടർന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്നും കൂടുതൽ രൂക്ഷമായ വിമർശനങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകുകയാണ്. കാരണം ഇപ്പോൾ ഹൂതികൾ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണം അത് ഹൂതികൾ നടത്തിയതല്ല, ഇറാൻ നടത്തിയതാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെ ഇറാനെതിരെ ആക്രമണം ഉണ്ടാകും. ഹൂതികൾ വിടുന്ന ഓരോ മിസൈലും അത് ഇറാൻ്റേതാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് തന്നെ ഇറാനെതിരെ ആക്രമണം ഉണ്ടാകും എന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നു. ഏതൊരു ആക്രമണവും നേരിടുവാൻ തങ്ങളും തയ്യാറാണെന്ന രീതിയിൽ ഇറാൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ മധ്യേഷ്യ, പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന്. പ്രത്യേകിച്ചും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും അതുപോലെ ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുടെയും ഒക്കെ വാർത്താ സമ്മേളനങ്ങൾ വരികയാണ്. എത്ര ഭീകരമായിരുന്നു ഹൂതികൾ ഇസ്രായേലിനെതിരെ തൊടുത്തുവിട്ട ആക്രമണം, അതിൻ്റെ 7 ഇരട്ടി ഭീകരതയിൽ തിരിച്ച് ഹൂതികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിക്കുന്നു. എന്തായാലും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷപൂരിതമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനം. തൽക്കാലം വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.